നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻ ഡിയോർ പുരസ്കാരം ആർക്കായിരിക്കും? ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ബാലൻ ഡിയോർ ലിസ്റ്റ് വരാൻ. ഏതായാലും ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ അവസാനിച്ച് കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകൾ. അപ്പോൾ യൂറോ കപ്പിലെയും കോപ്പ അമേരിക്കയിലെയും പ്രകടനങ്ങൾക്ക് ഇത്തവണ വലിയ പ്രാധാന്യം ഉണ്ടാകും ബാലൻ ഡിയോറിൽ എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. ഈ ഒരു ഘട്ടത്തിൽ ആർക്കായിരിക്കും ബാലൻ ഡിയോർ? ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ പലർക്കും നൽകാനുണ്ടാവും. നെയ്മർ ജൂനിയറോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതാണിപ്പം ചർച്ചയാവുന്ന ഒരു കാര്യം. അദ്ദേഹം 4 പേരുടെ പേര് പറയുന്നത് കൃത്യമായ ഓർഡറിലാണ് പറയുന്നത്. നമുക്കതൊന്ന് പരിശോധിക്കാം. നെയ്മർ അതിനുള്ള മറുപടി പറയുന്നു. വിനീഷ്യസ് ജൂനിയർ ഈസ് ഫസ്റ്റ്. ഇത്തവണ ബാലൻ ഡിയോർ നേടാൻ ഏറ്റവും അധികം സാധ്യത ഒന്നാമത് വിനിക്ക് തന്നെയാണ്. റോഡ്രിഗോ ആൻഡ് ബെല്ലിംഗാം ആർ ടൈഡ് ഫോർ സെക്കൻഡ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2ാം സ്ഥാനത്തേക്ക് റോഡ്രിഗോയും ബെല്ലിംഗാമും ടൈഡാണ് എന്ന് പറയുന്നു. ഒരുപോലെ വരുന്നു. അപ്പോൾ ബെല്ലിംഗാമിൻ്റെ അതേ നിലവാരത്തിൽ തന്നെ അദ്ദേഹം റോഡ്രിഗോയെ കാണുന്നു. പിന്നെ അദ്ദേഹം കിലിൻ എംബാപ്പയെ പറയുന്നു. 3ാമത് എംബാപ്പയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പോഡിയത്തിൽ 4 പേര് വരികയാണ്. അത് 2ാമത് 2 പേരുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ നെയ്മർ ജൂനിയർ ബാലൻ ഡിയോറിൻ്റെ റാങ്കിങ് പറയുന്നത്. 1 വിനി ജൂനിയർ, 2 റോഡ്രിഗോ ആൻഡ് ബെല്ലിംഗാം, 3 കിലിൻ എംബാപ്പെ. ഇതായിരിക്കും ഇത്തവണത്തെ ബാലൻ ഡിയോറിൻ്റെ ഫൈനൽ ലിസ്റ്റിലേക്ക് വരുന്ന, പോഡിയത്തിൽ വരുന്നവരെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും പലർക്കും ഉണ്ടാവാം. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.